അർജുൻ ആയങ്കിയുടെ മൊബൈൽ ഫോൺ കണ്ടെത്തി. ആഭ്യന്തരമന്ത്രിക്കെതിരെ പോസ്റ്റ് ഇടാൻ ഉപയോഗിച്ചു എന്ന് കരുതുന്ന ഫോണാണ് കണ്ടെത്തിയത്. ആയങ്കിയുടെ അഭിഭാഷകയുടെ അപ്പാർട്ട്മെന്റിന് സമീപത്തു നിന്നാണ് ഫോൺ കണ്ടത്. മുഹമ്മദ് സൈഫുള്ള വിവരങ്ങളുമായി ചേരുന്നു. സൈഫുള്ള, ഈ ഫോൺ ഉപേക്ഷിച്ച നിലയിലായിരുന്നു? അതെ അജിംസ്, അർജുൻ ആയങ്കിയെ പിടികൂടിയ അപ്പാർട്ട്മെന്റിന് സമീപത്ത് വെച്ചാണ് ഈ ഫോൺ കണ്ടെത്തിയത്. ഇത് ഉപേക്ഷിച്ച നിലയിലായിരുന്നു ഉണ്ടായിരുന്നത്. ഈ ഫോണിന് വേണ്ടിയാണ് കഴിഞ്ഞ ദിവസം അർജുൻ ആയങ്കിയെ കസ്റ്റഡിയിലേക്ക് വാങ്ങിയത്. ഐഫോൺ നേരത്തെ കോടതിയിൽ പോലീസ് പറഞ്ഞത് ഐഫോൺ 16 പ്രോ ഉപയോഗിച്ചാണ് ആഭ്യന്തരമന്ത്രിയെ അധിക്ഷേപിക്കുന്ന രീതിയിലും ഭീഷണിപ്പെടുത്തുന്ന സന്ദേശങ്ങൾ ഫേസ്ബുക്കിൽ കുറിച്ചത് എന്ന്. ഈ ഫോൺ കണ്ടെത്തേണ്ടതായിട്ടുണ്ട്. അതിനാണ് അർജുൻ ആയങ്കിയെ കസ്റ്റഡിയിൽ വാങ്ങുന്നത് എന്നാണ് പോലീസ് കോടതിയിൽ അറിയിച്ചത്. ആ ഫോണാണ് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത്. അഭിഭാഷകയുടെ വീട്ടിന് സമീപത്ത് വെച്ചാണ് ഈ ഫോൺ കണ്ടെത്തിയത്. അർജുൻ ആയങ്കിയെ പിടികൂടിയ അതേ അപ്പാർട്ട്മെന്റിന് സമീപത്ത് ആയിരുന്നു ഈ ഫോൺ ഉപേക്ഷിച്ച നിലയിൽ ഉണ്ടായിരുന്നത്. ഈ ഫോൺ ഇനി ശാസ്ത്രീയ പരിശോധനയ്ക്ക് അയക്കും. ഈ ഫോണിൽ വെച്ചാണ് ആഭ്യന്തരമന്ത്രിക്കെതിരെ പോസ്റ്റ് ഇട്ടത് എന്ന് പോലീസ് കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു. ഇനി ഇതാണ് ഈ കേസിലെ ഏറ്റവും പ്രധാനപ്പെട്ട തൊണ്ടി മുതൽ. അത് പോലീസ് നിലവിൽ കണ്ടെത്തിയിട്ടുണ്ട്. നേരത്തെ പിടികൂടിയ അർജുൻ ആയങ്കിയുടെ മൊബൈൽ അതൊരു വിവോ ഫോണാണെന്നാണ് മനസ്സിലാക്കുന്നത്. ഈ ഫോൺ ഉപയോഗിച്ചാണ് താൻ പോസ്റ്റ് ഇട്ടത് എന്നാണ് അർജുൻ ആയങ്കി പോലീസിന് കൊടുത്ത മൊഴി. പക്ഷെ അത് പോലീസ് വിശ്വസിച്ചിട്ടുണ്ടായിരുന്നില്ല. പിന്നീടാണ് പോലീസ് ശാസ്ത്രീയമായി പരിശോധിച്ചപ്പോൾ ഈ ഫോൺ കുറ്റകൃത്യം നടത്താൻ വേണ്ടി ഉപയോഗിച്ച ഡിവൈസ് അത് ഐഫോൺ 16 പ്രോ ആണെന്ന് മനസ്സിലാക്കിയത്. ആ കാര്യം തന്നെ കോടതിയിൽ സമർപ്പിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം അർജുൻ ആയങ്കിയുടെ കസ്റ്റഡി അപേക്ഷ എതിർത്തപ്പോൾ പോലീസ് പറഞ്ഞത് നേരത്തെ പിടിച്ചെടുത്ത അർജുൻ ആയങ്കിയുടെ അഭിഭാഷകൻ പറഞ്ഞത് നേരത്തെ പിടിച്ചെടുത്ത ഫോണിന്റെ EMI നമ്പർ ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊന്നും രേഖപ്പെടുത്തിയിട്ടില്ല. പോലീസ് വ്യാജമായി തെളിവുകൾ ഉണ്ടാക്കി അർജുൻ ആയങ്കിയെ കേസിൽ പെടുത്താനുള്ള ശ്രമമാണ് നടത്തും, അതുകൊണ്ട് കസ്റ്റഡിയിൽ വിട്ടുകൊടുക്കരുത് എന്ന് വാദിച്ചിട്ടുണ്ടായിരുന്നു. പിന്നീട് പോലീസ് കൃത്യമായി ആ കാര്യങ്ങളൊക്കെ EMI നമ്പർ ഉൾപ്പെടെ നേരത്തെ പിടിച്ചെടുത്ത EMI നമ്പർ ആ ഫോണിന്റെ EMI നമ്പർ ഉൾപ്പെടെ രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. പിന്നീടാണ് ഈ ഫോണിന് വേണ്ടിയിട്ടുള്ള അന്വേഷണം നടത്തിയത്. ഇന്നലെ അർജുൻ ആയങ്കിയെ ചോദ്യം ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്ന് രാവിലെ നടത്തിയ തെളിവെടുപ്പിലാണ് ഈ വീടിന് സമീപത്ത് വെച്ച് ഫോൺ കണ്ടെത്തിയത്. ഇനി അർജുൻ ആയങ്കിയെ കൊണ്ട് തളിപ്പറമ്പിലും പയ്യന്നൂരിലും ഇവിടെയൊക്കെയാണ് കണ്ണൂരിൽ ഈ കഴിഞ്ഞ 5-ാം തീയതി എത്തിയതിനു ശേഷം ഒളിവിൽ പാർത്തത്. ഇവിടങ്ങളിലുമൊക്കെ പരിശോധന നടത്തും. നേരത്തെ അർജുൻ ആയങ്കിയുടെ വീട്ടിൽ നിന്ന് പിടികൂടിയ ലാപ്ടോപ്പും അതുപോലെ നേരത്തെ പിടിച്ചെടുത്ത മൊബൈൽ ഫോണും ഇതും ഇപ്പോൾ പിടിച്ച ഫോണിന്റെ കൂടെ ശാസ്ത്രീയ പരിശോധനയ്ക്കായിട്ട് പോലീസ് അയക്കും. ചോദ്യം ചെയ്യലിൽ അർജുൻ ആയങ്കി പോലീസിനോട് ഒരു തരത്തിലും സഹകരിക്കുന്നില്ല എന്നതാണ് പോലീസിൽ നിന്ന് ലഭിക്കുന്ന വിവരം. അഭിഭാഷകൻ പറഞ്ഞു കൊടുത്ത കാര്യങ്ങൾ അതേപടിയാണ് പോലീസിനോട് പറയുന്നത്. ഇന്ന് ഉച്ച കഴിഞ്ഞ് തളിപ്പറമ്പിൽ തെളിവെടുപ്പുണ്ടാവും. അതിനുശേഷം കണ്ണൂർ സിറ്റി പോലീസ് കമ്മീഷണറുടെ നേതൃത്വത്തിൽ അർജുൻ ആയങ്കിയെ കൂടുതൽ ചോദ്യം ചെയ്യും. അജിം.